അജ്മഈൻ. അമ്മാ ബഅദ്. കൂടുതലായി സംസാരിക്കുന്നില്ല, കാരണം അതിന് പറ്റിയ സമയമല്ല ഇത്. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് വീടുകളിലേക്ക് പോകേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, നമ്മളുടെ മക്കളെ പരിപാടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു, കേട്ടു. ഇത് ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് സംഘടിപ്പിച്ചതാണ്. എത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം വരെ അവർക്ക് ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ, ആ പാഠങ്ങൾ പഠിപ്പിക്കലോട് കൂടെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 3-4 ദിവസം മാത്രമേ ക്ലാസ് എടുക്കാത്തുള്ളൂ. അതിനു മുമ്പ് വരെ ക്ലാസ് എടുത്തിരുന്നു. കാരണം അതിന് പുറമെ തന്നെ സ്കൂളിൽ എക്സാമും ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടുന്ന രൂപത്തിൽ കൂടുതൽ പ്രോഗ്രാം കൊടുക്കാനോ അല്ലെങ്കിൽ അവരതിനു വേണ്ടി തയ്യാറാക്കാനോ സാധിച്ചില്ല. അൽഹംദുലില്ലാ, ഇത്രയെങ്കിലും ഭംഗിയായി അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ. മക്കളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ അദബുള്ള, മര്യാദയുള്ള, സ്നേഹമുള്ള, ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന നല്ല മക്കൾ. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ചില മദ്രസകളിലൊക്കെ നാട്ടിലൊക്കെ ചെന്ന മക്കളോട് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ച് മക്കൾ ഇങ്ങോട്ട് 2 പറയുന്ന മദ്രസകളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഈ നാടിൻ്റെ ഗ്രാമീണത്വം അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് മക്കളുമായിട്ടുള്ള ഇടപഴകുന്നതിലും അവർക്ക് ക്ലാസ് എടുക്കുന്നതിലും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിന് വേണ്ടിയാണ്. ഇന്ന് രാവിലെ മുതൽ ഘോഷയാത്രയിലും അതിനുശേഷമുള്ള കുട്ടികളുടെ കലാപരിപാടികളും പൊതുസമ്മേളനവും എല്ലാം കണ്ട് കേട്ട് ഇത് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള ആ പദ്യവും ഗദ്യവുമായി നമ്മൾ ധാരാളം കേട്ടുകഴിഞ്ഞു. ഇവിടെ റസൂലിനോടുള്ള സ്നേഹമാണ് ഈ വിഷയങ്ങളിലെല്ലാം പ്രതിപാദിച്ചത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്നും ഒരാളും പൂർണ്ണ മുഅ്മിനാകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, നിങ്ങൾ ആരെയെല്ലാം ഭൂമി ലോകത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ അതിനേക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്നും ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് നമ്മളുടെ മക്കളോട്, നമ്മളുടെ ഭാര്യമാരോട്, നമ്മളുടെ ഭർത്താക്കന്മാരോട് നമ്മളുടെ സ്നേഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം, അതിനേക്കാളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട്. ഇവിടെ സ്നേഹമെന്ന് പറയുമ്പോൾ എന്താണ് നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? റബീഉൽ അവ്വൽ മാസം 12 വരുമ്പോൾ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 വരുമ്പോൾ കുറെ തോരണങ്ങൾ കെട്ടുകയോ, അതല്ലെങ്കിൽ കുറെ ഫ്ലക്സുകൾ കെട്ടുകയോ, അതല്ലെങ്കിൽ കുറെ മാലകൾ അല്ലെങ്കിൽ ബൾബുകൾ അലങ്കരിക്കലോ, അതല്ല ഈ കുട്ടികളുടെ ഇതേ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കലോ, എന്താണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത്? ഇതെല്ലാം തെറ്റ് എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ സുന്നതി, എങ്ങനെയാണ് റസൂലിന്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, അവൻ എന്റെ ചര്യയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. ഞാൻ എങ്ങനെയുള്ള ഒരു മാർഗമാണോ ദീനാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, അത് അതുപോലെ പിൻപറ്റുന്നവൻ ആരാണോ അവനാണ് എന്നെ സ്നേഹിച്ചവൻ. ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി, അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ എന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത്, ഞാൻ എങ്ങനെയാണോ നോമ്പനുഷ്ഠിച്ചത്, ഞാൻ എങ്ങനെയാണോ സൽക്കർമ്മങ്ങൾ
കർമ്മങ്ങൾ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ കുടുംബബന്ധം പുലർത്തിയത്, ഞാൻ എങ്ങനെയാണോ അയൽവാസികളെ സ്നേഹിച്ചത്, ഞാൻ എങ്ങനെയാണോ സഹജീവികളോട് പ്രവർത്തിച്ചത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, എന്നെ പിൻപറ്റുക. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻപറ്റുന്നതിലൂടെയാണ് ഇന്ന് നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങള്, റസൂലുള്ള പഠിപ്പിച്ചു തന്ന പാഠങ്ങള് അത് അതേപടി നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് മാത്രമല്ല, അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഘട്ടം ഘട്ടമായി മുറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹു തആല തന്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ആധുനിക യുഗത്തിലെ എത്രത്തോളം 600 വർഷം മുൻപ് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പറയുകയാണ്, ഈ ആധുനിക യുഗത്തിലെ 2024 ചരിത്രമല്ല, 600 വർഷം മുമ്പുള്ള അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹു തആല പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞിനെ പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളും മുറിച്ചു കളയുകയാണ്. ആ കൊച്ചിന്റെ ചെവികൾ മുറിച്ചു കളഞ്ഞുകൊണ്ട് അവൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയുന്നു, ഈ കുഞ്ഞിനോട് എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. കൊച്ചിന്റെ കൈകാലുകൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നു, അപ്പോഴും പറയുന്നു കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടമാണ്. കൊച്ചിന്റെ കഴുത്തറുത്ത് കളയുന്നു, അപ്പോഴും പറയുന്നു കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് 600 വർഷം മുമ്പ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 1400 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് 1499 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ പൂർണ്ണമായും നാം ഉപേക്ഷിക്കുകയാണ്. എത്രത്തോളം? 5 നേരത്തെ നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറില്ല. ശ്രദ്ധിക്കുക, 5 നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാൻ തയ്യാറില്ല. നാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് നമ്മളുടെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ചുവന്ന് കൊണ്ടുപോയി ഖബറിനുള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മളോടൊപ്പം മലക്കുകളുണ്ട്, ഹഫ്ളത്തിന്റെ മലക്കുകളുണ്ട്, സൂക്ഷിക്കുന്ന മലക്കുകളുണ്ട്. 68 മലക്കുകൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്.